ശ്രദ്ധയില്ലാതെ പറഞ്ഞുപോയ ചില വാക്കുകളും ചിന്തിക്കാതെ എടുത്തുപോയ ചില തീരുമാനങ്ങളും പലരുടെയും ജീവിതം മുഴുവൻ നരകതുല്യമാക്കി തീർത്തു എന്നത് നമുക്ക് ചുറ്റും നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ. ജീവസന്ദേശത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ കേൾവിക്കാരെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളെക്കുറിച്ച് തൻ്റെ കേൾവിക്കാർ പറഞ്ഞത് ലാവണ്യ വാക്കുകളെന്നാണ്. കാരണം അവ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും പ്രദർശനങ്ങളായിരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവയെ നിത്യജീവമൊഴികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ ശരിയെന്ന് തോന്നിയാലും ആലോചനയെ ഇരുളാക്കുവാനല്ലാതെ അറിവില്ലാത്ത മാനുഷിക ആലോചനകൾ ഒന്നിനും ഉപകരിക്കുകയില്ല. യോബിനോട് ദൈവം പറയുന്നത്, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് സംസാരിക്കും. എന്നോട് ഉത്തരം പറക. സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്നും ആലോചനകളെ പ്രാപിക്കുവാൻ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉതകട്ടെ എന്നാകുന്നു ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. സഭാപ്രസംഗി 10-ാം അധ്യായം ഞങ്ങളോടൊപ്പം എടുത്താട്ടെ. ഇന്നത്തെ ലോകത്തിലെ അനീതി കാണുമ്പോൾ അധിക കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഒഴിഞ്ഞു മാറി എങ്ങനെയെങ്കിലും കഴിയുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ഈ സത്യത്തിൻ്റെ അനേക ഉദാഹരണങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരൊറ്റ തെറ്റായ പ്രവർത്തനം ജീവിതത്തെ മുഴുവൻ രോഗമാകുന്ന ഇരുട്ടിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നടത്തിയെന്ന് വരാം. വളരെ ആത്മാർത്ഥതയുള്ളൊരു വ്യക്തി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, അയാൾ പറഞ്ഞു, ഞാൻ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, നല്ല ആത്മീയ അന്തരീക്ഷം. അന്നൊക്കെ ഞാൻ എങ്ങും ഓടിപ്പോയിരുന്നില്ല. എന്നാൽ ഞാൻ വീട്ടിൽ നിന്നും ദൂരെ ഒരു ജോലി കിട്ടി പോകേണ്ടതായി വന്നപ്പോൾ ഞാൻ എൻ്റെ ചില കൂട്ടുകാരുമായി ഒരു രാത്രി വെളിയിൽ പോയി. അങ്ങനെ ഞാൻ പോയ ആ ഒരു രാത്രി അന്ന് മാത്രമായിരുന്നു. ആ രാത്രി എനിക്ക് ലൈംഗിക രോഗം പിടിക്കപ്പെടുകയും ചെയ്തു. അത് വരുത്തി വെച്ച വിനകൾ കരുതിയില്ല. എൻ്റെ വിവാഹം അനേകം വർഷങ്ങളിലേക്ക് നീക്കിവെച്ചു. മാനസികമായും ശാരീരികമായും ഞാൻ അനുഭവിച്ച വേദന അങ്ങനെ പലതും. തെറ്റായ ഒരു തീരുമാനം ജീവിതത്തെ നരകതുല്യമാക്കുവാൻ മതിയായതാണ്. വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വിവാഹകാര്യം വന്നപ്പോൾ ഏതോ ചിലതിൽ അമിതമായി ആഗ്രഹിച്ചു. അത് കണ്ണ് കുരുടാക്കുകയും ഒരു തെറ്റിയ തീരുമാനം എടുക്കുവാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്തു. അത് ജീവിതം മുഴുവൻ നരകതുല്യമാക്കി. അതെ, ഒരു തീരുമാനം മുഴുവൻ ഉടച്ചു കളഞ്ഞു. അനേകരും തങ്ങളുടെ ജീവിതത്തിൽ അന്ന് അങ്ങനെ തീരുമാനിച്ച ആ നിമിഷത്തെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. ചത്ത ഈച്ച ഒരു തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നാറുമാറാക്കുന്നു. എത്ര ഭയാനകമായ കാര്യമാണത്. അല്ല, ഭോഷത്വം ജ്ഞാനത്തേക്കാൾ മാനത്തേക്കാൾ ഘനമേറുന്നു. ഒരു അമ്മ തൻ്റെ മകന് അനേകം വർഷങ്ങൾ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി കയറി വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവനെ ഭോഷനാക്കി തീർക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല. അല്പഭോഷത്വം അത്രമാത്രം
എന്നോർക്കണം. അതൊരു ജീവിതത്തെ മുഴുവൻ, മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും അത് നശിപ്പിക്കുവാൻ ഇടയാക്കിയേക്കാം. 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത്ത് ഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത്ത് ഭാഗത്തും ഇരിക്കുന്നു. വലത്ത് ഭാഗം ബലത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത്ത് ഭാഗത്താണ്. അവൻ ചെയ്യുന്നതൊക്കെയും അവൻ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നു. മനസ്സില്ലാ മനസ്സോടെ അവൻ ചെയ്യുകയില്ല. മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ സകലതും മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്യുന്നത് എന്നർത്ഥം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെയാണോ ചെയ്യുന്നത്? കർത്താവിനെ സന്തോഷത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കാറുണ്ടോ? ക്രിസ്ത്യ ജീവിതം നിങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തീർക്കുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്താലും താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടെ ചെയ്യുക എന്നാണ് ശലോമോൻ പറയുന്നത്. 3-ാം വാക്യം, ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു, താൻ ഭോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കും. ഞാനൊരു ഭോഷനാകുന്നു എന്ന് അവൻ തൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ വായി തുറക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ചിലപ്പോൾ അവനൊരു ഭോഷനാകുന്നു എന്ന് തെളിയിക്കുവാൻ അവൻ്റെ വായി തുറക്കേണ്ട ആവശ്യം പോലുമില്ല. താൻ ആരായിരിക്കുന്നു എന്ന് അവരെല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. വാ തുറക്കാതെ തന്നെ പറഞ്ഞെന്ന് വരും. അവൻ്റെ നോട്ടം, അവൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തമാക്കുന്നത് അവനൊരു ഭോഷനാകുന്നു എന്നത്രേ. 4-ാം വാക്യം, അധിപതിയുടെ കോപം നിൻ്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിൻ്റെ സ്ഥലം വിട്ടുമാറരുത്. ക്ഷാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും. പ്രശ്നപരിഹാരത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന മനോഭാവമാണ് സൂര്യന് കീഴിലുള്ള മനുഷ്യൻ എടുക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് അവരോട് എതിർപ്പാൻ കഴിയുകയില്ലെങ്കിൽ അവരോട് ചേർന്ന് പോകുക എന്ന മനോഭാവമാണ് ഈ സൂര്യന് കീഴിലുള്ള മനുഷ്യൻ്റേത്. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിലെത്തുകയും ധനവാന്മാർ താണ നിലയിലിരിക്കുകയും ചെയ്യുന്നത് തന്നെ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളിൽ ഒന്നാണിത് എന്ന് അത് വായിച്ചു കേട്ടപ്പോൾ തോന്നിയില്ലേ? പാപത്തിന് മാന്യത നൽകിയിരിക്കുന്നു. പാപം ജനങ്ങളാൽ വെറുക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് നിഷേധ്യവും മലിനവും തെറ്റുമാണെന്ന് കരുതിയിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് പാപത്തിനും മാന്യതയും അംഗീകാരവും നൽകപ്പെട്ടിരിക്കുകയാണ്. വലിയ മാന്യതയോടെ ഇന്ന് പാപം ചെയ്യുന്നു. ചില മാധ്യമങ്ങളിലും ചില സ്ഥാനങ്ങളിലും അതിന് ശ്രേഷ്ഠമായ പദവിയാണ് നൽകിയിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. നമ്മുടെ പത്രങ്ങളൊക്കെ എടുത്താൽ, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചെയ്യുന്ന മ്ലേച്ഛതകളെ എത്രമാത്രം പുകഴ്ത്തിയാണ് പറയുന്നത് എന്ന് കാണുവാൻ കഴിയും. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിലെത്തുകയും ധനവാന്മാർ താണ നിലയിലിരിക്കുകയും ചെയ്യുന്നു. 7-ാം വാക്യം നോക്കാം. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. നോക്കണേ, കൂടുതൽ കഠിനമായി അധ്വാനിക്കാം. നിൻ്റെ പണം സൂക്ഷിച്ചു വയ്ക്കുക. വളരെ രാത്രി വരെ ഇരുന്ന് പഠിക്കുക. ഈ കാര്യങ്ങൾ താങ്കളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കും എന്നതിനർത്ഥമില്ല. ചിലപ്പോൾ മൂഢൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ വഴിയെ നടക്കുകയും ചെയ്യുന്നത് കാണുവാൻ ഇടയാകും. എന്നാൽ ഇവിടെ പറയുന്നത് അത് കണ്ടൊന്നും കുലുങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്നത്രേ. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. പാപവുമായി യാതൊരു കുഴപ്പവും കൂടാതെ മുൻപോട്ട് പോകാമെന്ന് താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് താങ്കൾ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ, താങ്കൾക്ക് ആ ചിന്ത ഒരബദ്ധം ആയിരിക്കുന്നു എന്നോർക്കണം. താങ്കൾ ഒരു ഭോഷനായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ദൈവം ഉടനടി പ്രവർത്തിച്ചെന്ന് വരികയില്ല. കാത്തിരിക്കുക, ദൈവം ന്യായം വിധിക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്ത് താങ്കൾ മുൻപോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു.
നിങ്ങളുടെ പാപം ഒരു ദിവസം നിങ്ങളെ പിടികൂടും. അന്ന് വാസ്തവത്തിൽ അതുവരെ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കും. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികാര ഇച്ഛയോടുകൂടെ അല്ല പറയുന്നത്, നീരസത്തോടുകൂടെ പറയുന്നതല്ല. ഇതാണ് യാഥാർത്ഥ്യം. 9-ാം വാക്യം നോക്കിക്കാട്ടെ. കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ദണ്ണം തട്ടും, വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും. ഒരു മനുഷ്യൻ എന്ത് വിതച്ചാലും അത് തന്നെ ആയിരിക്കും കൊയ്യുന്നത്. ഇവിടെ വാസ്തവത്തിൽ അതിരുകല്ല് മാറ്റുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പലരും തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ അതിര് നീക്കി മറ്റുള്ളവൻ്റെ വസ്തു കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. പാപവുമായി കുഴപ്പം കൂടാതെ താങ്കൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല സുഹൃത്തെ. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് നാം മറന്നു പോകാതിരിക്കാനായിട്ട്. ഒരു മനുഷ്യൻ്റെ വസ്തുവക താങ്കൾ വഞ്ചിച്ചെടുത്താൽ ദൈവം അത് കാണുകയും നിങ്ങൾക്കതിൻ്റെ ഫലം അവൻ തരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അതിൻ്റെ വില കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം തന്നെ പ്രതികാരം ചെയ്യരുത് എന്ന്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാ കണക്കും തീർക്കുന്നത് ദൈവമാണ്. നാം കണക്ക് തീർക്കാൻ പോയാൽ നാം എങ്ങും ചെന്നെത്തില്ല. എന്നാൽ അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം തന്നെ അത് ഭംഗിയായി നിർവഹിക്കും. ഇനി 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു. കത്തിക്ക് മൂർച്ചയില്ലാതെ ആയാൽ ബുദ്ധിയുള്ളവനെങ്കിൽ നിങ്ങൾ അത് തേച്ച് മൂർച്ചയുള്ളതാക്കും. എന്നാൽ അനേകർ നിർഭാഗ്യവശാൽ ഇപ്രകാരം മൂർച്ച കൂട്ടാതെയാണ് ഇരിക്കുന്നത്. പണിയായുധങ്ങൾ മൂർച്ചയുള്ളതായാൽ വേല ആയാസരഹിതമാകുന്നു. കർത്താവിനെ സേവിപ്പാൻ പുറപ്പെടുന്നുവെങ്കിൽ നല്ല അഭ്യസനം നേടുക എന്ന ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ. പരിശീലനം കൂടാതെ ഇറങ്ങി പുറപ്പെടരുത്. ദൈവവചനം നല്ലവണ്ണം പഠിക്കുക. വ്യക്തിപരമായും മറ്റുള്ളവരിൽ നിന്നും തിരുവചനം പഠിക്കുവാനായി സമയമെടുക്കണം. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ആയുധമാകും. തിരുവചനം അങ്ങനെയുള്ളതാണ്. മൂർച്ച കൂട്ടുന്നതിന് സമയം കണ്ടെത്തുക. എന്നും സമയം കണ്ടെത്തണം. മൂർച്ചയില്ലാത്ത ആയുധം ഉപയോഗിച്ച് വലിയ കമ്പുകൾ മുറിക്കാമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. അനേകരും ഇന്ന് ഈ ദൈവവചനം മൂർച്ചയുള്ളതാക്കി സൂക്ഷിക്കാത്തത് കൊണ്ട് വെട്ടി മടുക്കുകയാണ്. സഭാപ്രസംഗി തൻ്റെ പുസ്തകത്തിൽ പ്രായോഗികമായ പല പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട് എന്നോർക്കുക. 11-ാം വാക്യം, മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ടുപകാരമില്ല. ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ പൂർവ്വദേശങ്ങളിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 58-ാം സങ്കീർത്തനത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ട അണലി പോലെയാകുന്നു. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കയില്ല. ഇനിയും യെരമ്യാ പ്രവചനത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഇതേ ആശയമാണ് അവിടെയും നാം കാണുന്നത്. ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും, അവ നിങ്ങളെ കടിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അണലി വളരെ മാരക വിഷമുള്ള സർപ്പമാണ്. മൂർഖൻ പാമ്പിനെ കുഴലൂതി അതിൻ്റെ പത്തി വിടർത്തി ആടിക്കുന്ന പാമ്പാട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മൂർഖൻ നല്ല വിധം നൃത്തം ചെയ്ത് ആടും. കുഴലൂത്ത് തുടരുന്നത് വരെ മൂർഖൻ ആട്ടം നിർത്തുകയില്ല. എന്നാൽ അത് കുഴലൂത്ത് കേൾക്കാത്ത അല്ലെങ്കിൽ അനുസരിക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അപ്പോൾ അത് കടിച്ചെന്ന് വരും. മൂർഖൻ കടിക്കുക എന്നാൽ മരണമെന്നാണ് അർത്ഥം. നാം വായിച്ച ഭാഗങ്ങളിൽ കണ്ട സർപ്പം അക്ഷരീകമായ സർപ്പങ്ങളായിരിക്കണമെന്നില്ല. അതിനെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെയും എന്നെയും വഞ്ചിക്കുന്ന, ചതിക്കുന്ന, നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ഇസ്കറിയോത്ത യൂദായെ പോലെയുള്ള ആളുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നത്രേ ഞാൻ കരുതുന്നത്. വാസ്തവത്തിൽ മഹാപീഡന കാലത്ത് എതിർ ക്രിസ്തു ഇസ്രായേൽ ജനത്തോട് ചെയ്യുന്നത് അതായിരിക്കും. അവരെ ഒറ്റിക്കൊടുക്കും, പീഡിപ്പിക്കും.
സഭകളിൽ പോലും സത്യം സംസാരിക്കാത്ത ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ നിങ്ങളുടെ സ്നേഹിതനാണെന്ന് നടിക്കും, എന്നാൽ എത്ര നല്ലവനായിരുന്നാലും ഒരു സർപ്പത്തെപ്പോലെ അവൻ നിന്നെ കടിക്കും. തൻ്റെ സ്നേഹിതനായിരുന്ന അഹീതോഫേൽ ദാവീദിനെതിരായി തീർന്നപ്പോൾ ദാവീദിനുണ്ടായിരുന്ന ദുഃഖം ഈ വിധത്തിലുള്ളതായിരുന്നു. അഹീതോഫേൽ ദാവീദിൻ്റെ വ്യക്തിപരമായ സ്നേഹിതനും മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഉപദേശകനുമായിരുന്നു. എന്നാൽ അബ്ശാലോം, ദാവീദിൻ്റെ മകൻ അബ്ശാലോം ദാവീദിനോട് എതിർത്തപ്പോൾ ഈ അഹീതോഫേൽ ദാവീദിനെ വിട്ട് അബ്ശാലോമിൻ്റെ പക്ഷത്ത് ചേർന്ന് ദാവീദിനെതിരായി പ്രവർത്തിച്ചു. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി നിൽക്കുന്നതായ വ്യക്തി അത് എപ്പോഴും അപകടകരമാണ്. അത് ദാവീദിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അബ്ശാലോമിൻ്റെ എതിർപ്പിന് ശേഷം ദാവീദ് തകർന്ന ഹൃദയത്തോടെയാണ് ജീവിതം നയിച്ചത്. അവൻ തൻ്റെ ഹൃദയം 55-ാം സങ്കീർത്തനത്തിൽ പകരുന്നതായി നാം കാണുന്നു. അതേ ചിത്രമാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ചതിക്കുന്ന മനുഷ്യർ. ഇപ്രകാരം സംഭവിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു വ്യക്തി വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്നാണ് ശലോമോൻ പറയുന്നത്. ഇന്ന് സാധാരണക്കാരനായ മനുഷ്യൻ്റെ തത്വശാസ്ത്രം അതാകുന്നു. അവൻ അധികം ആരോടും ഇടപെടാതെ സൂക്ഷ്മതയോടെ മുൻപോട്ട് പോകുന്നു. ഇന്ന ആളുകളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് അവന് പറഞ്ഞു കൊടുക്കുവാൻ ആളുകളുണ്ട്. അങ്ങനെ ഈ നല്ല മനുഷ്യൻ ഈ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരോട് നല്ല രീതിയിൽ ഇടപെടുന്നു. എന്നാൽ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ നാം തെറ്റിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ പലപ്പോഴും അപ്രകാരം ചെയ്യുന്നത് ആഗ്രഹിച്ചതിന് വിപരീതമായ ഫലമേ ഉളവാക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം. 12-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അതുപോലെ തന്നെ അവൻ്റെ ചുറ്റുപാടുമുള്ളവരെയും അത് നശിപ്പിക്കും. അതുകൊണ്ടാണ് ഒരു വ്യക്തി കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കണം, ബുദ്ധി ഉപയോഗിച്ച് വേണം എന്ന് പറയുന്നത്. താങ്കളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുവാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. അണലിയെപ്പോലെയും മൂർഖനെപ്പോലെയുമുള്ള ആളുകളുണ്ട്. താങ്കൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർ നല്ലവരായിരിക്കും, എല്ലാം ഭംഗിയായി നടക്കും. എന്നാൽ അവരുടെ മുൻപിൽ താങ്കൾ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന കാര്യം താങ്കൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എവിടെങ്കിലും അല്പം പിശകിയാൽ തീർന്നു. പിന്നെ നിങ്ങളെ മുടിച്ചിട്ടേ അവർ മാറുകയുള്ളൂ. അപവാദം പറഞ്ഞും നിങ്ങളെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്ത് സകല ഉപകാരങ്ങളും മറന്ന് നിങ്ങളെ ഉപദ്രവിക്കും. അണലി, മൂർഖൻ. അതുവരെ ഒരുപക്ഷെ നിങ്ങൾ കുഴലൂതിയതിനാൽ ആടിക്കൊണ്ടിരുന്നിരിക്കാം, സന്തോഷിച്ചു കൊണ്ടിരുന്നിരിക്കാം. എന്നാൽ അവരുടെ കാര്യം സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ആഞ്ഞു കൊത്തും. നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുവാൻ അത് മതി. 13-ഉം 14-ഉം വാക്യങ്ങളിൽ, അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു, സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും. എത്ര വാസ്തവമായ കാര്യമാണല്ലേ. ചില ചർച്ചകളിൽ പങ്കെടുത്താൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. സംസാരിക്കുവാൻ താല്പര്യമുള്ള ചില വ്യക്തികൾ ചർച്ച കൈവശപ്പെടുത്തും. 3-4 പേരിന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ഇവർ ചർച്ചയും കയ്യിലെടുക്കും. ചിലപ്പോൾ അവർ പറയുന്നത് മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഒന്ന് വായടച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോൾ കൂട്ടത്തിൽ പലർക്കും തോന്നുന്നുണ്ടാകും. ആരെങ്കിലും അയാളെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിധത്തിൽ ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 15-ാം വാക്യം, പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൂഢന് വളരെയധികം വിഷമിക്കേണ്ടതായി വരും. 16-ാം വാക്യത്തിൽ,
ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് അയ്യോ കഷ്ടം. ജനത്തെ ശരിയായി ഭരിക്കുന്നതിനും ദേശത്തിന് നന്മയും ഐശ്വര്യവും വരുത്തുന്നതിനും പകരം അവർ സുഖിച്ച് നടക്കുവാൻ ശ്രമിക്കുന്നു. അതത്രേ ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ദേശത്തിന് അയ്യോ കഷ്ടം. 17-ാം വാക്യം, കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്ക് ഭാഗ്യം. ഇന്ന് മദ്യപാനം ദേശത്തിൻ്റെ ശാപവും പ്രശ്നവുമായി തീർന്നിരിക്കുകയാണ്. എത്രമാത്രം ആളുകൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇന്ന് അനേകം ഭവനങ്ങളിൽ ഇതൊരു സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ്. മദ്യപന്മാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. അടുത്ത സമയം വരെ ഈ കാര്യത്തിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനം ഏറ്റവും മുന്നിലായിരുന്നു എന്നാണ് നാം കേട്ടിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയും അതുതന്നെയാണ്, ഒട്ടും മാറിയിട്ടില്ല. മദ്യപാനത്തിന് അല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുള്ള ദേശമേ നിനക്ക് ഭാഗ്യം എന്നിവിടെ ശലോമോൻ പറയുന്നു. അതെ, മദ്യപാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഭരണാധികാരികൾ തീർച്ചയായും ദേശത്തിന് ശാപമാണ്. അവർ ഒരിക്കലും ദേശത്തിന് പ്രയോജനം ചെയ്യില്ല, അനുഗ്രഹമായിരിക്കില്ല. സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നു എന്ന കാരണം പറഞ്ഞ് മദ്യശാലകൾ തുറന്നു വച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു നാടിന് ഭൂഷണമല്ല. അങ്ങനെ ചിന്തിക്കുന്ന നേതാക്കന്മാർ ജനത്തിൻ്റെ നന്മയല്ല ചിന്തിക്കുന്നത്, ജനത്തിന് ദോഷം മാത്രമാണ് അവർ വരുത്തി വയ്ക്കുന്നത്. മദ്യപന്മാരായിട്ടുള്ള ഭരണകർത്താക്കൾ നാടിന് ശാപമാണ്. അവരെ ഒരിക്കലും നേതൃത്വത്തിൽ വരുവാൻ അനുവദിക്കരുത്. അങ്ങനെയുള്ളവരെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മടിവ് കൊണ്ട് മേൽപ്പുര വീണുപോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. പണി ചെയ്യുവാൻ താല്പര്യമില്ലായ്മ, അതെ, മടി ഒരു ശാപമാണ്. ഇന്ന് അനേകരുടെയും ജീവിത രീതിയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും കുറച്ച് ജോലി ചെയ്യുക, എത്രയും കൂടുതൽ ആനന്ദം കണ്ടെത്തുക. ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ ചിന്താഗതി. പണിയൊന്നും ചെയ്യാതിരിക്കാമെങ്കിൽ സന്തോഷമായിരിക്കുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇനിയും അഥവാ എവിടെങ്കിലും ഒരു ജോലി കിട്ടിയാൽ തന്നെ എന്തു സുഖമാണെന്നറിയാമോ, യാതൊരു പണിയുമില്ല, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? അനേകരുടെയും ചിന്ത യാതൊരു പണിയും ഇല്ലാതെ ഇരിക്കുന്നതാണ് സുഖമെന്നാണ്. പ്രിയ സുഹൃത്തെ, യാതൊരു പണിയും ഇല്ലാതിരിക്കുന്നത് ശപിക്കപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു സ്ഥിതി നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. അതെ, ഏറ്റവും കൂടുതൽ പണിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അനുഗ്രഹം. ഒരു ചെറിയ ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ്സിൽ എത്രമാത്രം പ്രവർത്തിക്കാമോ അത്രമാത്രം പ്രവർത്തിക്കുവാൻ നാം പ്രത്യേകം തയ്യാറാകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. 19-ഉം 20-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗ്രഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. രാജാവിനെ ശപിക്കരുത്. ഏത് പാർട്ടിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ഭരണതലത്തിലിരിക്കുന്നവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുകൂടാ. ഇന്ന് അങ്ങനെ ചെയ്യുന്നതൊരു വിനോദമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ. ഏത് മാസിക എടുത്താലും, ഏത് ചാനൽ എടുത്താലും, ഏത് പത്രം എടുത്താലും ഇത് തന്നെ കാണുവാൻ കഴിയും. ഭരണതലത്തിലിരിക്കുന്നവരെ പരിഹസിക്കരുത് എന്നാണ് ശലോമോൻ പറഞ്ഞത്. രാജാവിനെ ബഹുമാനിക്കുക എന്ന് പത്രോസിൻ്റെ ലേഖനത്തിലും, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെ, നാം ഭരണതലത്തിലിരിക്കുന്നവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ക്രിസ്തീയ സഭകളിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്ര നല്ല മാതൃകയാണ്. അവരെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, അവരുടെ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ അവർ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്നതിനായി, താഴ്മയോടെ മുൻപോട്ട് പോകുന്നതിനായി, നീതിയും ന്യായവും നടത്തുന്നതിനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരൊക്കെ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്നുള്ള ബോധത്തിൽ ഭരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. അവരിൽ പലരും ആ ഒരു ബോധമില്ലാതെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പരാജയമാകുന്നു, പരിതാപകരമായ സംഗതിയാകുന്നു അത്.
എന്നാൽ വിശ്വാസികളായ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് മറക്കാതെ നാം എപ്പോഴും ചെയ്യണം. അത് നാം ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദേശത്തിന് സൗഖ്യം വരുത്തും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായി കണ്ട് സ്വീകരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഭൗമിക ജ്ഞാനവും തമ്മിൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവിക ജ്ഞാനത്തിൽ നിന്നുളവാകുന്ന ആലോചനകൾ നമ്മെ ദൈവാനുരൂപരാക്കി തീർക്കുവാൻ പ്രാപ്തിയുള്ളവയാകുന്നു. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാകുന്നു യാക്കോബ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ എന്ന് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കാത്ത ആലോചനകളൊക്കെയും നാം വിവേചിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിൻ്റെ ശബ്ദവും അന്യൻ്റെ ശബ്ദവും തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.